പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയുടെയും ദക്ഷിണ ഗൾഫ് രാജ്യങ്ങളുടെയും മുൻ പരമാധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പോലിത്ത അന്തരിച്ചു. നിലവിൽ ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പോലിത്തയും സഭാ തലവനുമായിരുന്നു. നീണ്ട 57 വർഷമാണ് അദ്ദേഹം സഭാ തലവനായിരുന്നത്. ആഗോള സുറിയാനി സഭയുടെ നിലവിലെ പാത്രിയാർക്കീസിനെ അടക്കം 2 പാത്രിയാർക്കീസ്മാരെ തെരഞ്ഞെടുത്തതും വാഴിച്ചതും മാർ അപ്രേമായിരുന്നു. 2 വിഷയങ്ങളിൽ ഡോക്ടറേറ്റുള്ള മെത്രാപ്പോലിത്ത ഇംഗ്ലീഷിൽ 68 പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട്. തൃശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കുച്ചുമറിയത്തിന്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേമിന്റെ പേര് ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു. 1961 ജൂൺ 25 ഡീക്കനായി പട്ടം സ്വീകരിച്ച അദ്ദേഹം 1965 ജൂൺ 13 25 വയസ്സ് തികയുന്ന ദിവസം പുരോഹിതനായി. 1968 സെപ്റ്റംബർ 21 ബാഗ്ദാദിലെ കരാടത്ത് മറിയത്തിലെ മാർ സായ കത്തീഡ്രലിൽ വെച്ച് മാർത്തോമാ ധർമ്മോ അദ്ദേഹത്തെ ബിഷപ്പായി വാഴിക്കുകയും 8 ദിവസത്തിനു ശേഷം അതേ കത്തീഡ്രലിൽ വെച്ച് തന്നെ മെത്രാപ്പോലീത്തയായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. 1968 മുതൽ അദ്ദേഹം ഇന്ത്യയിലെ കിഴക്കൻ സഭയുടെ തലവനാണ്. 1976 മുതൽ 1982 വരെ ഇന്ത്യയിലെ ചർച്ച് ഹിസ്റ്ററി അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. പൗരസ്ത്യ സുറിയാനി ഭാഷയിലെ അപൂർവ കയ്യെഴുത്തു പ്രതികളുടെ ഒരു ശേഖരത്തിനുടമയാണ് മാർ അപ്രേം. ഇംഗ്ലീഷിൽ 68 പുസ്തകങ്ങളും മലയാളത്തിൽ ജീവചരിത്രങ്ങൾ, ആത്മകഥ, യാത്രാവിവരണം, സഭാചരിത്രം തുടങ്ങി ചില പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. കാത്തോലിക്ക സഭയുമായി നടത്തിയ ചർച്ചകളുടെ നെടുംതൂണായിരുന്നു മാർ അപ്രേം. ഇദ്ദേഹത്തിന്റെ കാലത്താണ് സുറിയാനി സഭ ജൂലിയൻ കലണ്ടർ മാറ്റി ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിക്കുകയും കാത്തോലിക്ക സഭയുമായി തിരുനാളുകൾ ഏകീകരിക്കുകയും ചെയ്തത്. കിഴക്കൻ അസ്ഗറിൻ സഭയുടെ 122ാമത് കാത്തോലിക്കാസ് പാത്രിയാർക്കിയായ മാറാവ മൂന്നാമന്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും വാഴ്ച നിർവഹിച്ചതും മാർ അപ്രേമായിരുന്നു. 2021 സെപ്റ്റംബർ 13 ഇറാഖിലെ എർബിലിലുള്ള സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ കത്തീഡ്രൽ പള്ളിയിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് ഔദ്യോഗിക ചുമതലകൾ ഒഴിയുന്നതായി അദ്ദേഹം പാത്രിയാർക്കീസിനെ അറിയിച്ചു. മാർ അപ്രേമിന്റെ നിർദ്ദേശപ്രകാരം പാത്രിയാർക്കീസ് മാർ ആവ മൂന്നാമൻ മാർ ഔഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയെ 2023 ജനുവരി 8 ഇന്ത്യയുടെയും ദക്ഷിണ ഗൾഫ് രാജ്യങ്ങളുടെയും മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്തു. ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു മാർ അപ്രേം. ന്യൂസ് മലയാളം, തൃശൂർ.